പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. 2020 ഒക്ടോബർ 20 കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. അനിക ചെബ്രോലു കോവിഡ്-19 ചികിത്സിക്കാൻ സാധ്യതയുള്ള മരുന്നിനായി നടത്തിയ പ്രവർത്തനത്തിന് 2020 3M യങ് സയൻറ്റിസ്റ്റ് ചലഞ്ച് നേടിയ ഇന്ത്യൻ അമേരിക്കൻ പെൺകുട്ടിയാണ് അനിക ചെബ്രോലു. ഈ 14 വയസ്സുള്ള കുട്ടിക്ക് 3M യങ് സയൻറ്റിസ്റ്റ് ചലഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം താല്പര്യമാണ്. നമുക്ക് ഏത് വിഷയത്തിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റങ്ങൾ വരും. ഏതൊരു എക്സാം വന്നാൽ പോലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പ്രധാനപ്പെട്ട ഒന്നാണ് താല്പര്യം. ഇവിടെ നമ്മൾ ഓരോ ദിവസവും താല്പര്യത്തോടു കൂടി നമുക്ക് എക്സാമുകളിൽ പ്രിപ്പറേഷൻസ് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു എക്സാമും പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് സിറ്റി ഇൻ കേരള ഇൻസ്റ്റാൾഡ് ഇൻ്റലിജൻറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ടു സ്ട്രീംലൈൻ ദി ട്രാഫിക് മൂവ്മെൻറ്റ് ഓൺ 19 ഒക്ടോബർ 2020? 2020 ഒക്ടോബർ 19 ട്രാഫിക് കാര്യക്ഷമമാക്കാൻ കേരളത്തിലെ ഏത് നഗരമാണ് ഇൻ്റലിജൻറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ITMS സ്ഥാപിച്ചത്? കൊച്ചി. 2020 ഒക്ടോബർ 19 ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ITMS ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രകാരം കൊച്ചിയിലെ ട്രാഫിക് മൂവ്മെൻറ്റ്സ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കും. ഏതാണ്ട് 35ഓളം ജംഗ്ഷനിൽ റെഡ് ലൈറ്റ് ജമ്പിംഗ് ഡിറ്റക്ഷൻ ക്യാമറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ റവന്യൂ ടവറിനായിരിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി മിസൈൽ ഡെവലപ്ഡ് ഫോർ ദി ഇന്ത്യൻ എയർഫോഴ്സ് വിച്ച് ഹാസ് ബോത്ത് ലോക്ക് ഓൺ ആഫ്റ്റർ ലോഞ്ച് ആൻഡ് ലോക്ക് ഓൺ ബിഫോർ ലോഞ്ച് capabilities? വിക്ഷേപണത്തിന് ശേഷം ലോക്ക് ഓൺ സിസ്റ്റവും അതുപോലെ വിക്ഷേപണത്തിന് മുമ്പും ലോക്ക് ഓൺ സിസ്റ്റം ശേഷിയുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വികസിപ്പിച്ച മിസൈലിൻ്റെ പേര്? സ്റ്റാൻഡ് ഓഫ് ആൻറ്റി ടാങ്ക് സാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റാൻഡ് ഓഫ് ആൻറ്റി ടാങ്ക് മിസൈലാണ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി DRDO വികസിപ്പിച്ചത്. 2020 ഒക്ടോബർ 19 Mi-35 ഹിൻഡ് ഗൺഷിപ്പ് ഹെലികോപ്റ്ററിൽ നിന്നാണ് ഈ മിസൈൽ ടെസ്റ്റ് ഫയർ നടത്തിയത്. Which country is going to join with India, the US and Japan for the upcoming exercise Malabar 2020? വരാനിരിക്കുന്ന വ്യാമ മലബാർ 2020 ഇന്ത്യ, US, ജപ്പാൻ എന്നിവയുമായി ചേരാൻ പോകുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 1992 മലബാർ എക്സസൈസ് ആരംഭിച്ചത്. ആ സമയത്ത് ഇന്ത്യയും USAയും മാത്രമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2015 ജപ്പാൻ ജോയിൻ ചെയ്തു. ഈ വർഷം 2020 ഓസ്ട്രേലിയയും ഈ നേവൽ എക്സസൈസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് ചലഞ്ച് ആനുവൽ മീറ്റിംഗ് ഫ്രം 19 ഒക്ടോബർ 2020 ഫോർ ദ 3 days എയിംസ് ടു വിച്ച് ഏരിയ? 3 ദിവസത്തെ 2020 ഒക്ടോബർ 19 മുതൽ ഗ്രാൻഡ് ചലഞ്ചേഴ്സ് വാർഷിക യോഗം ഏത് മേഖലയാണ് ലക്ഷ്യമിടുന്നത്? സോൾവിംഗ് ഗ്ലോബൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഗ്രാൻഡ് ചലഞ്ച് ആനുവൽ മീറ്റിംഗ് ഇതിൽ പ്രധാനമായിട്ടും 1600ഓളം പേർ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ 40 രാജ്യങ്ങളിൽ നിന്ന് ഈ ഗ്രാൻഡ് ചലഞ്ച് ഗ്ലോബൽ ഹെൽത്ത് ആനുവൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. What is the percentage of rice in exports of the major farm between April and August 2021 compared to the corresponding period of 2019-2020? 2019-20 കാലയളവിനെ അപേക്ഷിച്ച് 2020-21 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ പ്രധാന വിളയുടെ കയറ്റുമതി വർധനവിൻ്റെ ശതമാനം എത്രയാണ്? 78%.
എ റൈസ് ഓഫ് 14.8%. 14.8% വർധനവാണ് ഈ പ്രാവശ്യം 2020-21 ഏപ്രിൽ ഓഗസ്റ്റ് മാസത്തിൽ കണ്ടത്. 53,000 കോടി രൂപയുടെ കയറ്റുമതി ഈ 5 മാസം കൊണ്ട് ചെയ്യാൻ സാധിച്ചു. Recently, in which festival of Kalhandi district of Odisha, the Supreme Court stayed the order of High Court to ban its animal sacrifice? അടുത്തിടെ ഒഡീഷയിലെ കലഹണ്ഡി ജില്ലയിലെ ഏത് ഉത്സവത്തിൽ മൃഗബലി നിരോധിക്കാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു? ഛത്തർ യാത്ര ഫെസ്റ്റിവൽ. ഛത്തർ ജാത്ര അല്ലെങ്കിൽ ഛത്തർ യാത്ര ഉത്സവമാണ്. ഉത്സവത്തിൽ മൃഗബലി നിരോധിച്ചുള്ള ഹൈക്കോടതിൻ്റെ തീരുമാനത്തെ സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തത്. Name of the Indian American teenager won the 2020 3M Young Scientist Challenge for her work on a potential drug to treat COVID-19. COVID-19 ചികിത്സിക്കാൻ സാധ്യതയുള്ള മരുന്നിനായി നടത്തിയ പ്രവർത്തനത്തിന് 2020 3M യങ് സയൻറ്റിസ്റ്റ് ചലഞ്ച് നേടിയ ഇന്ത്യൻ അമേരിക്കൻ പെൺകുട്ടിയുടെ പേര്? അനിക ചെബ്രോലോ. തുടക്കത്തിൽ തന്നെ അനിക ചെബ്രോലോനെ പറ്റി പറഞ്ഞിരുന്നു. 14 വയസ്സുള്ള അനിക ചെബ്രോലോ ഫ്രിസ്കോ ടെക്സാസിൽ നിന്നാണ്. $25,000 ആണ് ഇതിൻ്റെ സമ്മാനത്തുക. What type of rapid COVID test will be doing at the UK airport in place of the PCR test? PCR ടെസ്റ്റിന് പകരമായി UK വിമാനത്താവളത്തിൽ ഏത് തരം ദ്രുത കോവിഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും? ലാംപ്, ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഇത് PCR ടെസ്റ്റിന് പകരമായിട്ടാണ് ലാംപ് എന്ന ടെസ്റ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാമ്പിൾസ് ലാബോറട്ടറിയിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. 2020 ഒക്ടോബർ 20 UK എയർപോർട്ടിൽ ഈ ടെസ്റ്റ് ആരംഭിക്കുകയാണ്. Who broke Virat Kohli's record of scoring the fastest 5,000 runs in the IPL? IPL മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ 5,000 റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ആരാണ് തകർത്തത്? ഡേവിഡ് വാർണർ, ഓസ്ട്രേലിയ. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഡേവിഡ് വാർണർ ആണ് വിരാട് കോഹ്ലിയുടെ ഏറ്റവും വേഗത്തിലുള്ള 5,000 റൺസ് റെക്കോർഡ് തകർത്തത്. ഡേവിഡ് വാർണർ 4ാമത്തെ പ്ലെയറാണ് IPL 5,000 റൺസ് ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് എടുക്കുന്നത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. ഓരോ ദിവസവും നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വരുന്ന എക്സാമുകളിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഓരോ ദിവസവും നമ്മൾ ഈ വീഡിയോ കാണാൻ അപേക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.